തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പതോളജി വിഭാഗത്തിലേക്ക് പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയി. അതിശയം തോന്നുന്നല്ലേ? ആക്രിക്കാരൻ കൊണ്ടുപോയി ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്ക് അയച്ച്. എന്ത് പറയും? അത്ഭുതം തോന്നുന്നില്ല. പണ്ട് ശരീരം തന്നെ, ജീവനുള്ള ശരീരങ്ങൾ തന്നെ രോഗികൾ അവിടെ കിടന്നപ്പോൾ എലികൾ കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ ശരീരഭാഗങ്ങൾ. ഇതിപ്പോൾ പാത്തോളജി വിഭാഗം ടെസ്റ്റിന് വേണ്ടി അങ്ങോട്ട് അയച്ചതാണ്. ഡോക്ടർമാർ തന്നെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത ഭാഗങ്ങളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ ആക്രിക്കാരൻ, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് കൊണ്ടുപോയി എന്നുള്ളതല്ല, ആക്രിക്കാരൻ എങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ അങ്ങോട്ട് പോകുന്ന സ്റ്റെയർ കേസിൻ്റെ അവിടെ വെച്ചാൽ ഇത് കണ്ടതെന്നാണ് പറഞ്ഞത്. സ്റ്റെയർ കേസ്, വെറും സ്റ്റെയർ കേസിന്റെ അവിടെയാണ് ഈ ഒരു പരിശോധനയ്ക്ക് അയക്കുന്ന സാമ്പിളുകൾ ഇത്രയും കെയർലെസ് ആയിട്ട് സ്റ്റെയറിന്റെ കേസ്. അത് ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ നമ്മൾ നോക്കൂ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ, മാസങ്ങൾക്ക് മുമ്പല്ലേ വാർത്ത വന്നത്, സെക്യൂരിറ്റിക്കാരൻ കൂട്ടിരിപ്പുകാരനായി വന്ന രോഗിയെ അങ്ങോട്ട് കടത്തി വിടാതെ പിടിച്ചു നിർത്തുകയും അടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത സംഭവം മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സെക്യൂരിറ്റിക്കാർ കൂട്ടമായിട്ട് വന്ന് തന്നെ സംഭവങ്ങളുണ്ട്. എന്ത് സർജറി സർജറി ആളുകളെ തന്നെ മാറി ചെയ്തുകൊണ്ട് മരുന്ന് മാറി. ഇപ്പോൾ ഒരു കുട്ടി കരൾ രോഗവുമായിട്ട് മരണത്തോട് മല്ലടിക്കുകയാണ്. ആ സൂചി ഇരുന്നത്, കത്രിക വയറ്റിലിരുന്നത്, സ്ത്രീകളുടെ വയറ്റിൽ സിസേറിയൻ കഴിഞ്ഞിട്ട് കത്രികയുമായിട്ട് കുട്ടിയെയും എടുത്തു, കത്രിക കൊടുത്തു വിട്ടു വയറ്റിൽ. ഇതൊരു മഹാപാപങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എന്ത് അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് തീരെയില്ല, അത് തിരിച്ചു വന്നിട്ടില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളൊക്കെ നമ്മൾ രാവിലെ തന്നെ ഒരു ചർച്ച ചെയ്തിരുന്നു. ആശാപ്രവർത്തകർ അവിടെ കിടന്ന് സമരം ചെയ്തു. എത്രയേറെ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ഈ മെഡിക്കൽ കോളേജിലും. സ്റ്റാഫുകൾക്ക് തന്നെ അല്ലെ, നല്ല വേതനമുള്ള സ്റ്റാഫുകളാണ്. സെക്യൂരിറ്റി മുതൽ നമുക്ക് അങ്ങോട്ടുള്ള ജീവനക്കാർക്കൊക്കെ അത്യാവശ്യം ശമ്പളങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം. ഉത്തരവാദിത്വം ഇത്രയേ ഉള്ളൂ. പല എക്സ്ക്യൂസുകളും പറയും, ഉത്തരവാദിത്വം ഇതാണെന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ വന്ദന, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പുസ്തകം എഴുതാനുള്ളത്. വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ കൊന്ന സംഭവം നമുക്കറിയാം. ആ വന്ദന മാത്രമായിരുന്നില്ല വാസ്തവത്തിൽ റെക്കോർഡ് പ്രകാരം ഡ്യൂട്ടിയിൽ 2 സീനിയർ ഡോക്ടർമാർ. അവരെ ആ കുട്ടി ഒറ്റയ്ക്കില്ല. അവരെവിടെയായിരുന്നു ആ സമയത്ത്? പേരുണ്ടവരുടെ, പക്ഷേ സ്ഥലത്തില്ല. മുങ്ങിയത് കൊണ്ടാണ് ഈ കുട്ടിക്ക് മരിക്കേണ്ടി വന്നത്. ഈ കുട്ടിക്ക് അറിയില്ല, പരിചയമില്ല, ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു എക്സ്പീരിയൻസും ഇല്ല. പഠിച്ചിട്ട് കാര്യമില്ല, എക്സ്പീരിയൻസ് വേണം. അതിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടിക്ക് ബലിയാടാകേണ്ടി വന്നത്. അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലൊരു ഡോക്ടർ ഡ്യൂട്ടിയിലുണ്ട്, പക്ഷേ ആളിനെ കാണാനില്ല. അന്വേഷിച്ച് ചെന്നപ്പോഴാണ് കാരിത്താസ് മെഡിക്കൽ കോളേജിൽ ഇരുന്ന് കൺസൾട്ടേഷൻ നടത്തി പൈസ വാങ്ങിച്ചു. ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളത്തിന് പുറമെ പ്രൈവറ്റായിട്ടുള്ള ഈ കൺസൾട്ടേഷനൊക്കെ നിർത്തി. എത്ര കള്ളന്മാരായ ഡോക്ടർമാർ വീട്ടിനകത്ത് സൗകര്യപൂർവ്വം വൈഫിൻ്റെ പേരിലൊക്കെ പ്രൈവറ്റായിട്ട് കൺസൾട്ടേഷൻ നടത്തുന്നു. മെഡിക്കൽ കോളേജിലേ ഉള്ളൂ. ഇത് ഗവൺമെൻറ് ആശുപത്രികളുടെ ഡോക്ടർമാർ കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട്, അതിന് നിരോധനമില്ല. അപ്പോൾ മെഡിക്കൽ കോളേജിന് പകരം ഗവൺമെൻറ് ആശുപത്രികളിലുള്ള തങ്ങളുടെ വൈഫിൻ്റെ പേരിൽ, ഭാര്യമാരുടെ പേരിൽ രഹസ്യമായിട്ട് ബിനാമി സിസ്റ്റത്തിൽ ഈ കൺസൾട്ടേഷൻ നടത്തുന്ന ഡോക്ടർമാരുണ്ട്. കൂട്ടുകാരുമായിട്ടുമുണ്ട്, അയൽപക്കത്തുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ കള്ളത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടിയ കള്ളത്തിൽ. ഇതൊന്നും പരിശോധിക്കാൻ ഒരു സംവിധാനവും ഇല്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് നമ്മുടെ ലോകോത്തര നിലവാരം, നമ്പർ വൺ എന്ന് SFIക്കാരിയായിട്ട് അന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവരറിയുന്നില്ല. വാസ്തവത്തിൽ തീരെ ഉത്തരവാദിത്വമില്ല. മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന അന്ന് VS അച്യുതാനന്ദൻ ലണ്ടനിൽ പോയി ചികിത്സ തേടിയത്. എനിക്കവിടെ എൻ്റെ ജീവനിൽ എനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ പോയതാണ്. സംശയമില്ല, ഈ കിടക്കുന്ന രോഗികളുടെ ശരീരഭാഗങ്ങളൊക്കെ എലി കടിച്ചു മുറിച്ചുകൊണ്ട് പോയിട്ട്. ഈ പതോളജി വിഭാഗത്തിലൊക്കെ എത്തുന്ന പരിശോധനയ്ക്ക് എത്തുന്ന സാമ്പിളുകൾ എന്ന് പറഞ്ഞാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന്. ചിലപ്പം RCCയിലേക്ക് പോകേണ്ടുന്ന കേസുകൾ കാണും, വളരെ മാരകമായിട്ടുള്ള അസുഖങ്ങളുടെ ആയിരിക്കും. ഇവർക്ക് എമർജൻസി ആയിട്ട് ഈ പരിശോധനയുടെ ഫലം എത്രയും പെട്ടെന്ന് കിട്ടേണ്ടുന്ന സാമ്പിളുകളാണ്. അപ്പൊ ഇത്രയേറെ കെയർലെസ് ആയിട്ട് അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ പരിശോധനയുടെ ഫലം വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഒരു പക്ഷേ ഈ ആക്രിക്കാരെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയോ, അപ്പൊ അപ്പോഴേ അതിന്റെ ഇതങ്ങ് പോവുകയല്ലേ ചെയ്യുന്നത്. പല കാര്യം ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലെന്ത് സംഭവിച്ചു, എത്ര പേരുടെ സാമ്പിളുകളായിരിക്കും, എത്ര പേരുടെ ജീവന്റെ ഒരു വിലയാണ് അതിനകത്തുള്ളത്. നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി ഈ ബയോപ്സിക്ക് വേണ്ടി അവരിനി വേദനാജനകമായ ഒന്നാണ് ഈ ബയോപ്സി. ചില അസുഖങ്ങൾക്കൊക്കെ വിത്തിൻ 5 days 10 days അതിന്റെ റിസൾട്ട് അറിയണം. അവർക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടുന്ന
വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ സാമ്പിളുകളിലാണ് ഉള്ളത്. ഒരു മനുഷ്യന്റെ ജീവൻ തന്നെയാണ്. ഇതിന്റെ പരിശോധന ഫലം കിട്ടിയെങ്കിലേ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. എന്ത് വിശ്വസിച്ച് മനുഷ്യൻ കൊടുക്കും? ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ശരീരഭാഗങ്ങളെ അയാൾ കൊണ്ടുപോയിട്ടുള്ളൂ, പേപ്പറുകൾ കൊണ്ടുപോയിട്ടില്ല. ഈ ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മളൊരു പേപ്പർ സൂക്ഷിച്ച് വെക്കും, ഏത് ഭാഗമാണ് മുറിച്ചെടുത്തതെന്ന് പറഞ്ഞിട്ട്, എന്തിനാണ് ഇതെടുത്തതെന്നും പറഞ്ഞുള്ള ഒരു പേപ്പർ ഉണ്ടാവും. ഈ ടെസ്റ്റിനോടൊപ്പം ലാബിൽ നിന്ന് കിട്ടും. ആ പേപ്പറുകൾ ഇവിടെ കിട്ടിക്കാണും. മനസ്സിലായോ? ഈ പേപ്പറുകൾ വെച്ച് ഈ സാമ്പിളുകളുടെ നമ്പർ ഇടുകയാണല്ലോ, സാമ്പിളിങ്. ആ നമ്പർ വെച്ച് ഇത് പരിശോധിക്കാൻ നേരത്തെ എന്തോ സാധനം കാണുന്നില്ല. അപ്പോൾ സാധനം കാണാതെ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവർ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? വീണ്ടും ഒരു കള്ളം കാണിക്കാൻ സാധ്യതയുണ്ട്. ഇത് കിട്ടി, അവിടെ ഈ അസുഖം ഇല്ല. വാസ്തവത്തിൽ അസുഖമുള്ളതായിരിക്കും ആക്രിക്കാരൻ കൊണ്ടുപോയത്. ആ ഭാഗം ആക്രിക്കാരൻ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ആ ഉത്തരവാദിത്ത നടപടികളുണ്ടാവും. ഇത് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതെ, തീരെ പാവപ്പെട്ട ആശാവർക്കർമാരുടെ വരുമാനമേ ഉള്ള ആളുകളാണെങ്കിൽ പരാതിയൊന്നും പെടത്തില്ല, പോട്ട് ഇത് വിധി എന്ന് വിചാരിച്ചു. മെഡിക്കൽ കോളേജിൽ വരുന്ന എല്ലാ സാധാരണ ആൾക്കാരല്ലേ? അതെ അതെ, സമ്പന്നരാരും ഇതിന്റെ പുറകെ നടക്കാൻ അവർക്ക് സമയമില്ല. സാധാരണപ്പെട്ട ആൾക്കാർ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളവരാണ് മെഡിക്കൽ കോളേജിന്റെ സഹായം, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ സഹായം തേടുന്നത്. അത്തരത്തിലുള്ള അവരുടെ ജീവന് എന്ത് വിലയാണ്? അപ്പൊ എന്ത് പറയും? അപ്പോൾ ഇത് അവർക്ക് സാമ്പിൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോട്ടെ, സാരമില്ല, പോയി ദൈവം രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അവരങ്ങ് നാരായണ എന്ന് പറഞ്ഞ് അങ്ങ് പോവും. പക്ഷേ ഇതിനകത്ത് സ്വാധീനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ഇഷ്യൂ ആവും എന്ന് പറഞ്ഞ് ഇവർ ഇല്ല, നിങ്ങൾക്ക് ആ രോഗമില്ലെന്ന് പറയും. പക്ഷേ വീണ്ടും ഏതാനും വർഷം കഴിയുമ്പോൾ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തന്ന റിപ്പോർട്ട് തെറ്റായിരുന്നു. പാത്തോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് ഇതുമൂലം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എന്തിനാ? എത്ര കോടി രൂപ മുടക്കിയാണ് ഓരോ, ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടിപ്പാതയൊക്കെ നിർമ്മിച്ച് വലിയ ആഘോഷമായിരുന്നു. VN വാസവനൊക്കെ വന്ന് വലിയ സംഭവങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇത്രയും ഫണ്ടുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു ആക്രിക്കാരിൽ നിന്ന് രോഗിയുടെ ശരീരഭാഗങ്ങളെ രക്ഷിക്കാൻ വേണ്ട ഒരു സെക്യൂരിറ്റി സംവിധാനം ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്ക് പണമില്ലേ? മറുവശത്ത് ഞങ്ങളിപ്പോൾ കാണുന്നത് ഈ നിങ്ങളുടെ ഈ ഇന്നോവ ക്രിസ്റ്റോ കാറും ഒക്കെ കാണുക. ഇത്രയും വാങ്ങിക്കാൻ കഴിവുള്ളവർക്ക് ജില്ലാ ജഡ്ജിയേക്കാൾ ശമ്പളം PSC അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ വിവരക്കേടിനും കൊടുക്കാൻ പ്രാപ്തിയുള്ള നിങ്ങൾക്ക് എന്തുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ ശരീരഭാഗങ്ങൾ UP-കാരനായ ഈശ്വരനിൽ നിന്ന് രക്ഷിക്കുന്നത് പോട്ടെ, ഈശ്വരനിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല, ഈശ്വർ ചന്ദ് എന്ന് പറയുന്ന UP-കാരനായിട്ടുള്ള ആക്രിക്കാരനിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല? അയാൾ എങ്ങനെ അവിടെ കടന്നു ചെല്ലുന്നു? ഒരു ആക്രിക്കാരൻ ഇങ്ങനെ എന്നിട്ട് അവിടെ കാണുന്നതെല്ലാം ആക്രിയാണെന്ന് വിചാരിച്ച് അവിടെയുള്ള സ്റ്റെതസ്കോപ്പും ഈ സിസേഴ്സും ഒക്കെ കൊണ്ടുപോയി സ്കാൽപ്പലും എല്ലാം എടുത്തുകൊണ്ട് പോയി എന്തായിരിക്കും ഈ രാജ്യത്തിന് കൊണ്ട് അവന് വിറ്റ് കാശ് കിട്ടും. പണ്ടൊരിക്കൽ എങ്ങനെയായിരുന്നു, എൻ്റെ കാറിൻ്റെ ജാക്കി അങ്ങ് എടുത്തുകൊണ്ട് പോയി ആക്രിക്കാർ എന്ന് പറയുന്ന പോലെ എടുത്തുകൊണ്ട് പോയി. അതെൻ്റെ കഴിവുകേടാണ് എന്ന് പറയുന്ന പോലെ മെഡിക്കൽ കോളേജിൻ്റെ കഴിവുകേട് തന്നെയാണ് ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ആ പാവപ്പെട്ട രോഗികളുടെ ശരീരഭാഗങ്ങളെങ്കിലും രക്ഷിക്കണം നിങ്ങൾ. കാരണം ഗുരുതരമായ രോഗങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയ്ക്കാണ് ഇത് വരുന്നത്. അതുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം ചികിത്സ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ആ ഭാഗങ്ങൾ പോയിരിക്കുക. ഇനി തിരിച്ച് വീണ്ടും ആ ഭാഗങ്ങൾ കിട്ടുമെന്ന് വെക്കുക. ശരീരത്തിൻ്റെ ഒരു ഭാഗം കൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഇതൊക്കെ മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പിന്നെ മയക്കിക്കിടത്തിക്കൊണ്ടൊന്നുമല്ല, പച്ച ജീവനോടെ മുറിച്ചെടുക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോയതിൻ്റെ കുറ്റം, ഗവൺമെൻറ് ചികിത്സാ സംവിധാനം തേടിയതിൻ്റെ കുറ്റം. അത് മാത്രമല്ല, ഒരു ടെസ്റ്റിന് കയറുക, നമുക്ക് തന്നെ അറിയാം, ഒരു സ്കാനിങ്ങിനായാലും എത്രയോ മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് നിന്ന്, കാരണം ലാഭം നോക്കിയാണ് ഈ സാധാരണപ്പെട്ടവർ പോകുന്നത്. ഒരു ബ്ലഡ് പരിശോധനയായിട്ട്, ഒരു എക്സ്റേ ആവട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പിളുകളുടെ പരിശോധനയാവട്ടെ, ഇതിനൊക്കെ മണിക്കൂറുകളും ദിവസങ്ങളും അവർ പറയുന്ന ഡേറ്റ് ഉണ്ട്. സ്കാനിങ് ഒക്കെ ചിലപ്പം 15-20 ദിവസം കഴിഞ്ഞാണ് ചില സ്കാനിങ്ങിന് കേട്ടുന്നത്. MRI പോലുള്ള സ്കാനിങ്ങൾ, CCTV ഇത്. പക്ഷേ ഇത്രയും വെയിറ്റ് ചെയ്ത് മനുഷ്യൻ പോകുമ്പോൾ ഇനി അവരുടെ അത്രയും സമയങ്ങളാണ്. ഈ സമയങ്ങൾ പോകും. ഒരു രോഗം എന്ന് പറയുന്നത് പെട്ടെന്ന് ചികിത്സിക്കേണ്ടതാണ് ചില രോഗങ്ങൾ. പക്ഷേ അതേ സമയത്ത് ചില രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സാവധാനമായാലും കുഴപ്പമില്ല. പക്ഷേ ഈ പെട്ടെന്ന് ചികിത്സിക്കേണ്ടുന്ന രോഗങ്ങൾക്ക് ഇത്തരത്തിൽ വീണ്ടും ഇനി അവർ നിൽക്കേണ്ടതായിട്ട് വരും, അല്ലേ? ഈ ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും. അതെ, ക്യൂ നിൽക്കുന്നത് മാത്രമാണോ ഇത്ര വേദനാജനകമായ? ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണിത്. നിവൃത്തിയോട് കൊണ്ട് പോകുന്നത്. അത് വീണ്ടും നിങ്ങളുടെ സെക്യൂരിറ്റി ഇല്ലായ്മ കൊണ്ട് ആവർത്തിക്കേണ്ടി വരിക. നമുക്കിപ്പോൾ പുതിയ വിവരം കിട്ടുന്നുണ്ട്. ഇത് പ്രിൻസിപ്പലിൻ്റെ സ്റ്റെയർ കേസ് അല്ല, ഇത് മൈക്രോബയോളജി വിഭാഗത്തിൻ്റെ സ്റ്റെയർ കേസാണ്. ഈ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ അതിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. നമുക്കറിയാമല്ലോ, ചൈനയിലെ വുഹാൻ, അത് മൈക്രോബയോളജി ലാബാണ്. അവിടെ നിന്നാണ് ഈ അസുഖം പൊട്ടിപ്പുറപ്പെട്ട് പോയത്. വേണ്ടത്ര സുരക്ഷയില്ലാതെ മാസ്ക്, ശരീരം മുഴുവനുള്ള സംവിധാനങ്ങളൊക്കെ ധരിക്കാതെ അവിടെ പോയിക്കൂടാ. ഈ UP-കാരനായി ഈശ്വർ അങ്ങനെ അവിടെ പോയി. യോഗി ആദിത്യനാഥിൻ്റെ ശുപാർശ കൊണ്ടുവന്നതാണോ? അങ്ങനെ പറയാം. അത് അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന്.
നിങ്ങൾക്ക് ഈ UP-കാരനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിരോധം വരണ്ട, 2 അടി കൂടുതൽ കൊടുക്കണ്ടല്ലേ. എന്തിന് ഇവരെയൊക്കെ ഇവിടെ കഴിച്ചു വിടുന്നു? നായ്ക്കൾക്ക് പിന്നെ ലൈസൻസ് ഉണ്ട്, മെഡിക്കൽ കോളേജിൻ്റെ ഏത് ഭാഗത്തും അവരെ കാണും, സെക്രട്ടേറിയറ്റിലും കാണും. ഞാൻ മറ്റാരെയും ഉദ്ദേശിച്ചല്ല, നായ്ക്കളെ തന്നെ 4 കാഴ്ച പറയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഉത്തരവാദിത്തം കാണിക്കാത്തത് മൂലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ മൂലമാണ് ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം തലയിൽ കടവുമായിട്ട് നിൽക്കുന്നത്. അത് ഞങ്ങൾ സഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വേദന കൂടി ഞങ്ങളെ കൊണ്ട് സഹിപ്പിക്കണോ പൊന്ന് ഗവൺമെൻറ്?